ഹലോ. അപ്പോൾ രാവിലെ വന്ന് നോക്കിയപ്പോൾ നല്ലൊരു കാഴ്ചയുണ്ട്. എൻ്റെ മൾബറി കൊച്ചൊരു കമ്പ് വെച്ചതാണ്, അത് ചെറിയ പരുവത്തിലേക്ക് അയച്ചു. അത് കഴിഞ്ഞിട്ട് പയ്യെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി നടന്നു, ചെടിയൊക്കെ നട്ടേക്കുന്നിടത്തൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ വന്നു. ചപ്പാത്തി മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയ. ചപ്പാത്തി മുട്ട റോസ്റ്റും ഒക്കെ കഴിച്ചിട്ട് പയ്യെ ഞാൻ വീട്ടിലോട്ടൊന്ന് പോയി. എൻ്റെ ഇവിടെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ്. അപ്പോൾ പോയ വഴിക്ക് നല്ല ചാള കിട്ടി. അപ്പോൾ അത് മേടിച്ച് വന്നു. ഇവിടെ ചാളയെന്നാണ് പറയുന്നത്, ചിലടത്ത് മത്തി എന്ന് പറയും. കൊണ്ടുവന്ന് ഞാനിപ്പോൾ വന്നപ്പം കുറച്ച് ലേറ്റായി. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും പെട്ടെന്ന് ചെയ്യുന്നൊരു രീതിയാണ്. നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ചിട്ട് അങ്ങ് തിരുമ്മി നല്ലപോലെ തിരുമണം. തിരുമുന്നതിനകത്താണ് കറിയുടെ ടേസ്റ്റ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ കപ്പയുടെയൊക്കെ കൂടെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. ആ പുളി അതിലിട്ട് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇറങ്ങുന്ന വരെ നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, എന്നിട്ട് അതിനകത്ത് ആവശ്യമുള്ള വെള്ളമെല്ലാം കൂടെ, അത്യാവശ്യമുള്ള അധികമായിട്ട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, കുറച്ച് വെള്ളം, ആ മത്തി ഒന്ന് നിൽക്കുന്നിരിക്കാനും വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആ മത്തി നമ്മൾ ചാള അടുക്കി അങ്ങനെ വെക്കുക. അടുക്കി വെച്ചിട്ട് അതൊന്നും കൂടെ നിരത്തി വെച്ച് തട്ടിപ്പൊത്തി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കുക. വറ്റി വരുമ്പോഴത്തേനും പച്ച കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് എടുത്താൽ സൂപ്പർ. ഇത് സാമ്പാർ ചീര വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഇത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഊണ്. പയറുതോരനും ഉണ്ടായിരുന്നു, മീനും വറുത്തു, പരിഞ്ഞലും വറുത്തു. പിന്നെ പയ്യെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകെ തന്നെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു, മനു ഉണ്ടായിരുന്നു. പയ്യെ നടക്കാനിറങ്ങി. വെള്ളം കുറവായിരുന്നു, എന്നാലും അവൻ വെള്ളത്തിൽ ചാടി. ഉള്ള വെള്ളത്തിലവൻ ചാടി കുളിക്കുന്നവരൊക്കെ അവിടെ കാണുന്നത്. അവനെ പിന്നെ ഈ തോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവനെ കയറ്റാൻ ഭയങ്കര പാടാണ്. അങ്ങനെ പിന്നെ അവൻ ഇച്ചിരി നേരം ഒന്ന് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ്ടേ, ഇത് നല്ല മഴയുള്ള സമയത്തെടുത്ത വിഷ്വലാണ് കേട്ടോ. ഇതുപോലെ കവിഞ്ഞു ഒഴുകുകയായിരുന്നു, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.